പ്രിയമുള്ള കുട്ടികളെ, +2 SSLC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ എൻ്റെ വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരും മികച്ച വിജയം നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് കൃത്യമായ ആസൂത്രണവും ചിട്ടയായ സമീപനവും നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. എന്നാൽ നിങ്ങൾ പരീക്ഷയെ പ്രത്യേകിച്ച് പേടിക്കേണ്ടതൊന്നുമില്ല. +1 +2കാരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എഴുതിയ പരീക്ഷകളുടെ പബ്ലിക് പരീക്ഷ മുമ്പും എഴുതിയിട്ടുള്ളവരാണ്. 10ാം തരത്തിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് അവർ 9ാം ക്ലാസ്സിൽ പരിചയിച്ച പാഠഭാഗങ്ങളുടെ രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ പരീക്ഷയുടെ രൂപത്തിൽ തന്നെയാണ് 10ലെയും പരീക്ഷ നടക്കാൻ പോകുന്നത്. കൂടാതെ അവർ ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി ഒരു പ്രധാനപ്പെട്ട പരീക്ഷ എന്ന രീതിയിൽ, ഒരു പബ്ലിക് പരീക്ഷ എന്ന രീതിയിലാണ് നിങ്ങളിപ്പോൾ SSLC പരീക്ഷയെ എഴുതാൻ പോകുന്നത്. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വിഷയം ഏതാണ്, ഏതൊക്കെ വിഷയങ്ങൾക്ക് എത്ര മാർക്കിനാണ് പരീക്ഷ നടക്കുന്നതെന്നുള്ളതാണ്. SSLCയെ സംബന്ധിച്ചിടത്തോളം 80 മാർക്കിൻ്റെ പരീക്ഷയുള്ള 3 വിഷയങ്ങളുണ്ട്: ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ്. അതിൻ്റെ സമയം 2.5 മണിക്കൂറാണ്, അതായത് 180 മിനിറ്റാണ്. അതേസമയം ബാക്കി പരീക്ഷകൾ 40 മാർക്കിനാണ്. അത് 1.5 മണിക്കൂർ പരീക്ഷയുമാണ് നടത്തുന്നത്. അതായത് 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 180 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അതായത് 1 മാർക്കിന് എഴുതാൻ 2 മിനിറ്റ് തികച്ച് കിട്ടില്ല എന്നത് ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നാൽ 40 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് നമുക്ക് 90 മിനിറ്റ് ഉണ്ട്. 1 മാർക്കിൻ്റെ ഉത്തരം എഴുതാൻ നമുക്ക് 2 മിനിറ്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാണ് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓരോ പാഠഭാഗങ്ങളിലും അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും ഉള്ള പാഠഭാഗങ്ങൾ അറിയുക എന്നുള്ളതാണ്. ഭാഷാ വിഷയങ്ങളാണെങ്കിൽ അതിൽ എഴുത്തുകാരെ പേരുകൾ പഠിച്ചു വയ്ക്കുക. അല്ലാത്ത മറ്റ് സബ്ജക്റ്റുകൾക്കാണെങ്കിൽ അതിലെ ആശയങ്ങൾ പരിചയപ്പെട്ട് വയ്ക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും തുടക്കത്തിൽ ചെയ്യാനുള്ളത്. കുറിപ്പുകൾ തയ്യാറാക്കി പഠിക്കുക എന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടത്. വായിക്കുന്ന ഏത് പാഠഭാഗമായാലും അതിൻ്റെ കുറിപ്പുകൾ തയ്യാറാക്കി വയ്ക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത് വാക്കുകളായിട്ടോ പോയിൻറ്റുകളായിട്ടോ ഒക്കെ കുറിച്ച് വെച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം അത് എഴുതാൻ കഴിയുമെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ. അതുപോലെ കടുത്ത വിഷയങ്ങൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് മുൻഗണന നൽകി പഠിക്കുകയും മറ്റു വിഷയങ്ങളെ അല്പം കൂടി സമയം കുറച്ച് ചിലവഴിച്ചാലും മതി ആ രീതിയിൽ. കാരണം ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കിട്ടുന്നത് എന്തും കയറി പഠിക്കാൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് പല തരത്തിലുള്ള വീഡിയോകളും ഓഡിയോകളും ഒക്കെ കിട്ടുന്നുണ്ട്. എല്ലാം കൂടെ കയറി പഠിച്ച അവസാനം നമ്മൾ പുതിയ ആശയ രീതികൾ സ്വാംശീകരിക്കാനുള്ള സമയം ഇനിയില്ല. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ വ്യക്തമായി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മുൻ വർഷത്തെ ചോദ്യപേപ്പർ എടുത്ത് പരിശീലിക്കുന്നത് നല്ലതാണ്. എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി പരിശീലിക്കാനായിട്ട് ഒരുങ്ങണ്ട. പകരം നിങ്ങൾ ആ പരീക്ഷ പാറ്റേൺ മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. അതുപോലെ തന്നെ സ്വയം അതിനു മുമ്പ് സമയ മാനേജ്മെൻറ്റിന് നിങ്ങൾക്കത് സഹായിക്കും. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് സാധാരണ വരുന്ന ചോദ്യങ്ങളുടെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളൊരു ആശയം ലഭിക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. എന്നാൽ നിങ്ങൾ അതിൻ്റെ എല്ലാ ഉത്തരം എഴുതി പഠിക്കാനായിട്ട് ഇനി ശ്രമിക്കരുത്. കാരണം ഒരു മോക്ക് ടെസ്റ്റ് മോഡലിൽ ഉത്തരങ്ങൾ പറഞ്ഞു നോക്കാൻ ശ്രമിക്കണം. ഓരോ ചോദ്യത്തിനും ഞാൻ എന്തൊക്കെ ആയിരിക്കും എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വാക്കുകളെങ്കിലും പറഞ്ഞു നോക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ന ചോദ്യത്തിൽ ഞാൻ ഇന്ന പദങ്ങളായിരിക്കും കൂടുതലായി എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ വാക്കുകളായിരിക്കും ഉപയോഗിച്ച് എഴുതാൻ പോകുന്നതെന്നുള്ള രീതിയിലായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ അത് ക്രമീകരിക്കാൻ. അങ്ങനെ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ചില ഉത്തരങ്ങൾ എനിക്ക് എഴുതാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാകുന്ന ഉത്തരങ്ങൾ ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അധ്യാപകരുടെയോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ഓൺലൈൻ ഉറവിടങ്ങളുടെയോ ഒക്കെ സഹായം തേടാനും മടിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മതിയായ ഉറക്കം. നിങ്ങൾ ഉറങ്ങാതിരിക്കരുത്, ഉറക്കം ഉളച്ചിരുന്ന് പഠിക്കരുത്. കാരണം ഉറക്കം ഉളച്ചിരുന്ന് പഠിക്കുന്ന കുട്ടിക്ക് പഠിച്ച കാര്യങ്ങൾ കൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് ഉറങ്ങുകയും ആഹാരം കൃത്യമായി കഴിക്കുകയും ചെയ്യുകയും അത് മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിനും മറ്റുമൊക്കെ ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സമ്മർദ്ദമൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഈ 10ാം ക്ലാസ്സിന് ഫുൾ A+ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ലോകത്തിനൊന്നും സംഭവിച്ചു പോവില്ല. നമുക്കിനി നമ്മുടെ ജീവിതത്തിൽ ഇനി എത്രയോ വർഷങ്ങൾ എന്തെല്ലാം പരീക്ഷകൾ എഴുതാനുള്ളവരാണ്. വെറുതെ ആവശ്യമില്ലാത്ത പിരിമുറുക്കങ്ങൾ ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ തോന്നുന്ന അല്ലെങ്കിൽ ചെറിയ പിരിമുറുക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് ശ്വസിക്കുക, അല്ലെങ്കിൽ കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കുക, അല്ലെങ്കിൽ എക്സസൈസൊക്കെ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകണം.
പ്രധാനമായിട്ട് അങ്ങനെ വളരെ പ്രസന്നമായിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന പോസിറ്റീവ് മാനസികാവസ്ഥയിലോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മളെ പഠനത്തിന്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളിൽ ഉറച്ചു നിൽക്കാനും മറ്റുമൊക്കെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനുകളിലേക്ക് പോകരുതെന്നുള്ളത്. ഇനി 1-2 കാര്യങ്ങൾ പറയാനുള്ളത് പരീക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ട്. പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറിപ്പുകൾ തയ്യാറാക്കി വെച്ചിരുന്നു. ആ കുറിപ്പുകളിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോവുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ നോട്ടുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫോർമുലകൾ, പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഇതെല്ലാം ഇവയിലൂടെ ഒന്ന് കടന്നു പോകുന്ന രീതിയിൽ, വായിച്ച് പോകുന്ന രീതിയിലായിരിക്കണം പരീക്ഷയുടെ തലേ ദിവസം ഉപയോഗിക്കേണ്ടത്. അല്ല ഫുൾ പാഠങ്ങൾ വായിക്കാനായിട്ട് സമയം കളയരുത്. അതായത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ തലേ ദിവസം നമ്മൾ കഴിയുമെങ്കിൽ ഹാൾ ടിക്കറ്റ്, നമ്മുടെ സ്കൂളിലെ ID കാർഡ്, അങ്ങനെയുള്ള തുടങ്ങിയ ആവശ്യമായ രേഖകളെല്ലാം നമ്മുടെ പക്കലുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. പേനകൾ, പെൻസിലുകൾ, പേന ഒരെണ്ണമായിട്ട് പോകരുത്, കുറഞ്ഞൊരു 3 പേനയെങ്കിലും കയ്യിൽ വയ്ക്കുക. പെൻസിലുകൾ, അതുപോലെ തന്നെ ഇറേസറുകൾ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ഇവയിൽ ഇനി പരീക്ഷയ്ക്ക് വേണ്ട എന്ന മറ്റെന്തെങ്കിലും സാധനങ്ങളോ സ്റ്റേഷനറികളോ ഉണ്ടെങ്കിൽ അതെല്ലാ സാമഗ്രികളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത് തലേ ദിവസം തന്നെ ബാഗിൽ പാക്ക് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അല്ലാതെ പോകാൻ നേരത്തെ ഞാൻ എടുത്ത് വെച്ചോളാം എന്ന രീതിയിലാവരുത്. തലേ ദിവസം തന്നെ അതെല്ലാം പാക്ക് ചെയ്ത് വയ്ക്കണം. പ്രധാനപ്പെട്ട അധ്യായങ്ങൾ വായിക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും വെല്ലുവിളിയായി തോന്നുന്ന ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട അധ്യായമോ ഏതെങ്കിലും ഭാഗമോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അവ വീണ്ടും ഒന്നുകൂടി സമാധാനമായി സന്ദർശിച്ച് കുറച്ച് സമയം അതിനു വേണ്ടി ചെലവഴിക്കുകയും അങ്ങനെ പ്രധാനപ്പെട്ട ആശയങ്ങളും പോയിന്റുകളും മനസ്സിൽ ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഈ ആശയങ്ങൾ പോയിന്റുകളായി വയ്ക്കുമ്പോൾ കുറച്ച് കാര്യം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് പിന്നീട് എഴുതി പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പരീക്ഷയുടെ തലേ ദിവസം പുതിയ വിഷയങ്ങളോ പുതിയ അധ്യായങ്ങളോ ഒന്നും പഠിക്കാനായിട്ട് തുടങ്ങരുത്. പഠിച്ച കാര്യങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം തലേ ദിവസത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി പരീക്ഷാ ദിനത്തിൽ എന്തായിരിക്കണം? പരീക്ഷാ ദിനത്തിൽ കഴിയുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ കിടന്ന് ഉറങ്ങണം. തലേ ദിവസം രാവിലെ നേരത്തെ ഉണരണം. അതുപോലെ തന്നെ ആഹാരം കഴിക്കണം. പ്രഭാത ഭക്ഷണമോ കഴിച്ചിട്ട് വേണം. പല വെപ്രാളത്തിന് ആഹാരം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കരുത്. ഇതിനെല്ലാം വേണ്ട സമയമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിന് കണക്കാക്കി എണീക്കണം. ഇപ്പോൾ കൂടുതൽ സമയം ഇതിനൊക്കെ വേണ്ടി വരുന്നവരെ ഡ്രസ്സ് ചെയ്യാനും കുളിക്കാനും ഒക്കെ കൂടുതൽ സമയം എടുക്കുന്ന കുട്ടികൾ അതനുസരിച്ചുള്ള സമയം നേരത്തെ എണീക്കാൻ, കാരണം തിരക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ തിരക്ക് കൂടുമ്പോൾ നമുക്ക് സമ്മർദ്ദം കൂടും, വെപ്രാളം കൂടും. അത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ സ്കൂളിലെത്തുന്നതിനെ സംബന്ധിച്ചും അതുപോലെയാണ്. റിപ്പോർട്ടിംഗ് സമയത്തിന് മുമ്പ് തന്നെ സ്കൂളിലെത്താൻ കഴിയുന്ന രീതിയിൽ ഒരു 10-15 മിനിറ്റെങ്കിലും, 10 മണിക്കാണ് പരീക്ഷ എങ്കിൽ 9:45 സ്കൂളിലെത്താൻ ശ്രമിക്കുക. അതിന് തക്ക രീതിയിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ആരെങ്കിലുമാണ് കൊണ്ടുവിടുന്നതെങ്കിൽ അവരോട് നേരത്തെ പറഞ്ഞു വയ്ക്കണം. അച്ഛാ നമുക്ക് ഇത്ര മണിക്ക് പോകണം, അല്ലെങ്കിൽ അമ്മ ഇത്ര മണിക്ക് പോകണം എന്നുള്ളത് അവരോട് നേരത്തെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തലേ ദിവസം തന്നെ പറ്റുമെങ്കിൽ ധാരണയാക്കി വയ്ക്കുന്നതാണ്. കാരണം ഈ യാത്രാ സമയം കൂടി കണക്കിലെടുത്ത് വേണം പോകാൻ. കാരണം ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു പോയാൽ അപ്രതീക്ഷിതമായുണ്ടാകുന്ന കാലതാമസം അതൊക്കെ നമ്മളെ ബുദ്ധിമുട്ട് വയ്ക്കും. അതുപോലെ തന്നെ പരീക്ഷയുടെ ആദ്യ ദിവസം 30 മിനിറ്റ് നേരത്തെ എത്തണം, അരമണിക്കൂർ മുമ്പ് എത്തുക. കാരണം പരീക്ഷ ഹാള് കണ്ടുപിടിക്കണം, നമ്മളെ ഇരിപ്പിടം കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെയുള്ള പല പ്രവർത്തനങ്ങൾ അതിനിടയിൽ ഉള്ളതുകൊണ്ട് അതിനും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തലേ ദിവസം തന്നെ സജ്ജീകരിച്ചു വെച്ച സാമഗ്രികളെല്ലാം ആ ബാഗിലുണ്ടെന്ന് ഒരു പ്രാവശ്യം കൂടെ നോക്കി ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങുക. എത്ര തിരക്ക് പിടിച്ച് ഓടിയാലും ഹാൾ ടിക്കറ്റൊക്കെ എടുത്തുവന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ പോകുന്ന വഴിക്ക് മറവി ഓർക്കുന്നെങ്കിൽ വെപ്രാളാകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെപ്പാടെ വെപ്രാളമായി പോകും. അത് നിങ്ങൾ ഒഴിവാക്കണം. അത് നല്ലവണ്ണം തയ്യാറെടുത്തു വേണം പോകാൻ. ഈ പോകുന്ന വഴിയിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തലേ ദിവസം പഠിച്ച പോയിന്റുകൾ ഒന്നുകൂടെ മനനം ചെയ്യുകയും നിങ്ങളുടെ പോസിറ്റീവ് മനസ്സ് നമ്മൾ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ഇൻവിജിലേറ്റർ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരായിരിക്കില്ല, വേറെ സ്കൂളുകളിൽ നിന്നുള്ള ടീച്ചർമാരായിരിക്കും നിങ്ങളുടെ ഇൻവിജിലേറ്ററായിട്ട് വരുന്നത്. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം ഉത്തരക്കടലാസിൻ്റെ മുൻ പേജ് പൂരിപ്പിക്കാൻ. അതുപോലെ ഉത്തരക്കടലാസിൽ എഴുതുമ്പോൾ 2 വശത്തും ഓരോ ഇഞ്ച് സ്ഥലം മാർജിൻ പോലെ വിട്ട് വേണം എഴുതാൻ. തീരെ അവസാന അറ്റം വരെ എഴുതരുത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. അധിക ഷീറ്റുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ, അഡീഷണൽ ഷീറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മേളിൽ 1, 2 എന്ന് നമ്പർ ഇടണം. ആ അഡീഷണൽ ഷീറ്റിൽ രജിസ്റ്റർ നമ്പർ എഴുതണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ 1, 2 നമ്പർ ഇട്ട് വയ്ക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവസാനം ഇതെല്ലാം കൂടി എഴുതിയത് മിക്സായി പോകാനുള്ള സാധ്യതയുണ്ട്. ചില കുട്ടികളൊക്കെ 7, 8 അഡീഷണൽ ഷീറ്റ് വാങ്ങുന്നെങ്കിൽ അവസാനം ഇത് എത്രാമത്തെയാണ്, ഇത് ഏതാണ്, എത്രാമത്തെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പാടാണ്. വാങ്ങുമ്പോൾ തന്നെ രജിസ്റ്റർ നമ്പർ എഴുതുന്നതോടൊപ്പം തന്നെ അവിടെ ഒരു 1 നിങ്ങളുടെ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും.
അതുപോലെ തന്നെ പരീക്ഷയുടെ അവസാനം എത്ര അഡീഷണൽ ഷീറ്റ് വാങ്ങി എന്നുള്ളത് നമ്മളെ മെയിൻ ഉത്തരക്കടലാസിൻ്റെ ഫ്രണ്ടിൽ എഴുതേണ്ടതുണ്ട്. അതൊക്കെ ഓർമ്മയിൽ വെച്ചിരിക്കണം. പരീക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അവിടെ ക്ലാസ്സിൽ ടീച്ചർ തരുന്നതായിരിക്കും, ഇൻവിജിലേറ്റർ തരും. ആ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എഴുതുന്ന സമയം നമ്മൾ പാലിക്കണം. വളരെ വിവേകത്തോടു കൂടി സമയം ഉപയോഗിക്കുന്ന കുട്ടിക്ക് കൃത്യമായിട്ട് എഴുതുവാനും, അതോടൊപ്പം തന്നെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു മാർക്കിന് എത്ര മിനിറ്റ് വീതം കിട്ടും എന്നൊക്കെ ഉള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അത് കണക്കാക്കി നിങ്ങൾ എഴുതുകയും അങ്ങനെ ഓരോ ചോദ്യത്തിനും എത്ര വിഭാഗത്തിന് എത്ര സമയം ചിലവഴിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം പ്ലാൻ ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ, ഓരോ ചോദ്യം എഴുതി മുന്നോട്ട് പോകാൻ. ഇനി കൂൾ ഓഫ് ടൈം ആയാലും പരീക്ഷ എഴുതുന്നതിനിടയിലായാലും ചോദ്യങ്ങൾ വ്യക്തമായി വായിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചോദ്യം കൃത്യമായി വായിക്കുന്ന കുട്ടിക്ക് 60% മാർക്ക് കിട്ടും. കാരണം ചോദ്യത്തിൽ തന്നെ ഉത്തരത്തിൽ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള പല സൂചനകളും ചോദ്യങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തണം. ചോദ്യം വായിക്കുന്നത് ഭംഗിയായി ശ്രദ്ധാപൂർവം വായിക്കണം. ഉത്തരം എഴുതുന്നതിന് മുമ്പും വീണ്ടും ഒന്നുകൂടെ വായിച്ച് ഒരു നിമിഷം എടുത്ത് വായിച്ചിട്ട് വേണം ഉത്തരങ്ങൾ എഴുതാൻ. എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് ഏറ്റവും നല്ല പ്രതികരണം വരുന്ന രീതിയിലുള്ള ഉത്തരമായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഉത്തരം എഴുതുമ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോഴും വളരെ തന്ത്രപരമായി നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതായത് നമുക്ക് ഏറ്റവും ആത്മവിശ്വാസമുള്ള ചോദ്യങ്ങളിൽ നിന്നും ആരംഭിക്കാം. കൂടുതൽ വെല്ലുവിളിയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ സമയമെടുക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് എഴുതാനായിട്ട് മാറ്റിവെക്കാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാതെ പോകരുത്. ചോയ്സ് ഉണ്ടെങ്കിൽ ചോയ്സ് മാത്രമേ എഴുതാവൂ. 2 ഒരെണ്ണം എഴുതിയാൽ മതിയെങ്കിൽ ഒരെണ്ണമേ എഴുതാവൂ, 2 എഴുതരുത്. അത് നിങ്ങളുടെ മാർക്കിനെ ബാധിക്കും. അതോടൊപ്പം തന്നെ ക്ലബ്ഡ് ക്വസ്റ്റ്യൻസ്, കാരണം അപ്പോൾ ഒരു പിരിവ് ചോദ്യങ്ങളുണ്ടാവും. അതായത് 34ാമത്തെ ചോദ്യത്തിന് ABCD എന്ന പിരിവുണ്ടെങ്കിൽ ഈ ABCD ഒരിടത്ത് തന്നെ എഴുതണം. പലയിടത്ത് ഒരു 34ൻ്റെ Aയും Cയും ഒരിടത്ത് എഴുതിയിട്ട് Bയും Dയും വേറെടുത്ത് കൊണ്ടുവരുന്ന എഴുതുന്ന രീതിയും തെറ്റാണ്. അങ്ങനെ എഴുതാൻ പാടില്ല. ഒരിടത്ത് തന്നെ ഒന്നിച്ചെഴുതാൻ തന്നെ ശ്രമിക്കണം. ചിലപ്പോൾ നമുക്ക് B അറിഞ്ഞൂടായിരിക്കും. നിങ്ങൾ B എന്നവിടെ നമ്പർ ഇട്ടോളൂ, ബ്ലാങ്ക് കിടന്നോട്ടെ, അല്ലെങ്കിൽ അവിടെ പിന്നെ ഊഹിച്ചെഴുതുന്ന ഒരു ഉത്തരം എഴുതിക്കോളൂ. പക്ഷേ എഴുതാതെ അതിൻ്റെ ഇടയിൽ A കഴിഞ്ഞ് C കഴിഞ്ഞ് D എഴുതിയിട്ട് പിന്നെ B എഴുതാൻ പോകരുത്. ABCD തന്നെ ഇടുക. Aയും Cയും Dയും നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്നുള്ള എഴുതുക. B പിന്നീട് നമുക്കൊന്നുകൂടെ ആലോചിക്കാൻ സമയം കിട്ടുമ്പോൾ ഒന്നുകൂടെ ആലോചിച്ചെഴുതാം. അപ്പോൾ അങ്ങനെ സ്വന്തം പേപ്പറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവനവൻ്റെ പേപ്പറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണം. കുട്ടികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ശ്രദ്ധ പലപ്പോഴും വ്യതിചലിച്ചു പോകുന്നതായിട്ട് കാണാം. വശങ്ങളിലേക്കൊക്കെ നോക്കിയിരുന്ന് അവൻ എത്ര അഡീഷണൽ ഷീറ്റ് വാങ്ങിക്കുന്നു, അവൻ എന്തെല്ലാം എഴുതുന്നു, ഇങ്ങനെ നോക്കിയിരുന്ന് നിങ്ങളുടെ സമയം കളയരുത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിന് കഴിയുമെങ്കിൽ പരീക്ഷ തീരുന്നതിന് 5 മിനിറ്റ് മുമ്പ് എഴുതി തീർക്കാൻ ശ്രമിക്കണം. അങ്ങനെ എഴുതി തീർന്ന കുട്ടികൾക്ക് അവരെഴുതിയ ഉത്തരങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കാനും അതിനകത്ത് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ അത് വരുത്താനും സഹായിക്കും. അത് നിങ്ങളുടെ ഉത്തരക്കടലാസ് കൊടുക്കുന്നതിന് മുമ്പ് ടീച്ചർ ഇൻവിജിലേറ്റർ ബെല്ലടിക്കുമ്പോൾ ഉത്തരക്കടലാസ് വാങ്ങിക്കും. അതിനു മുമ്പ് എല്ലാ ചോദ്യങ്ങളും എഴുതിയെന്ന് ഉറപ്പുവരുത്താനും ഈ 5 മിനിറ്റ് നിങ്ങൾക്ക് സഹായമാണ്. അതുപോലെ തന്നെ നൂലിട്ട് കെട്ടി വേണം കൊടുക്കാൻ. അവിടെയാണ് ഈ അഡീഷണൽ ഷീറ്റൊക്കെ നമ്മൾ നമ്പർ ഇട്ട് വെച്ചിരുന്നത് എളുപ്പം പെറുക്കി വെച്ച് നമുക്ക് അത് കെട്ടി കൊടുക്കാൻ പറ്റും. അതേസമയം അല്ലെങ്കിൽ നമ്മുടെ അത്രയും സമയം കൂടി അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പേപ്പറെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ വെളിയിറങ്ങുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എത്ര എന്നൊക്കെ ചോദിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആവശ്യമില്ലാതെ ഒരു സമ്മർദ്ദത്തിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനമാണത്. പരീക്ഷയ്ക്ക് ശേഷം പറ്റുമെങ്കിൽ പരീക്ഷ എഴുതിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നോ, സന്തോഷമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പിരിയുന്ന രീതിയിൽ നിങ്ങൾ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് അടുത്ത ദിവസം വരാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചാവണം അപ്പോൾ മുതൽ നമ്മുടെ ചിന്ത. അല്ലാതെ നമ്മൾ ഈ എഴുതിയ പരീക്ഷയ്ക്കകത്ത് അയ്യോ ഞാൻ 5ന് അതാണല്ലോ എഴുതിയത്, ഇനി അയ്യോ എൻ്റെ 1 മാർക്ക് പോയല്ലോ, ഞാൻ ഇനിയിപ്പോൾ എനിക്ക് A+ കിട്ടൂല അല്ലെങ്കിൽ എനിക്ക് A കിട്ടൂല എന്നൊക്കെയുള്ള വിപ്രാളത്തിലേക്ക് ആകുന്ന അതെന്തിനാണ്? ഉത്തരം എഴുതി പേപ്പർ കൊടുത്ത് അത് കെട്ടിനകത്ത് വെച്ച് പോയി കഴിയും. ഇനി അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളിവിടെ വെളിയിലൊന്നും ചർച്ച ചെയ്തിട്ട് അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കി നമ്മുടെ കാര്യങ്ങൾ അടുത്ത കാര്യത്തിലേക്ക് പോകാനുള്ള പരിപാടി നോക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വെറുതെ സമ്മർദ്ദം ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ മനഃപൂർവ്വം നമ്മൾ മനസ്സിൽ വിചാരിച്ചോണം, ഇത് സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണ്, അത് ഞാൻ ഇടപെടുന്നില്ല എന്ന് വിചാരിച്ച് തന്നെ വരാനിരിക്കുന്ന പരീക്ഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ നമുക്ക് സഹായം ആകും. വരാവുന്ന പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് ഇനി അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്നൊക്കെ വേണമെങ്കിൽ 2 മിനിറ്റ് കുട്ടികൾ പരസ്പരം ചർച്ച ചെയ്ത് പോകുന്നതിൽ തെറ്റില്ല. കാരണം അത് അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് പഠിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുന്ന കുട്ടികൾ പറയുന്ന മിടുക്കന്മാർ പറയുന്ന എല്ലാ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോകാനുള്ള സമയം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതല്ലാതെ കഴിഞ്ഞതിൽ എഴുതിയ ഉത്തരത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ വർഷത്തെ SSLC +2
പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വീണ്ടും സന്തോഷം, വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.